മക്കളെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് പുൽക്കൂട്ടിലേക്കുള്ള തീർത്ഥയാത്രയുടെ 6ാം സുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പ്രയർ ലൈനിലൂടെ ഓരോ ദിവസം തരുന്ന സുഹൃത ജപങ്ങളും പുണ്യപ്രവർത്തികളും നാം കൃത്യമായി അനുസരിക്കുമെങ്കിൽ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരും. ഈശോ നമ്മുടെ നിയോഗങ്ങളിൽ വന്നു നിറയും. ഇന്നിതാ കർത്താവ് തരുന്ന വചനം ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. ഭയപ്പെടേണ്ട, സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് എല്ലാ ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത? പെരുന്നാളുകളുടെ പെരുന്നാളാണ്, തിരുനാളുകളുടെ തിരുനാളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. കാരണം സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള വലിയ ദൈവിക സാന്നിധ്യം ഇതാ മണ്ണിൽ അവതരിച്ചിരിക്കുകയാണ്. ദുഃഖമുള്ളവരുടെ ദുഃഖം മാറാനായിട്ട്, രോഗമുള്ളവരുടെ രോഗം മാറാനായിട്ട്, കണ്ണീരുള്ളവരുടെ കണ്ണീര് തുടയ്ക്കാനായിട്ട് ഉണ്ണീശോ പുൽക്കൂട്ടിൽ പിറന്നിരിക്കുകയാണ്. സകല വ്യാധികളെയും സകല പീഡിതരെയും പുൽക്കൂട്ടിലെ ഉണ്ണീശോ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സുഹൃതയപം നമുക്ക് ചൊല്ലണ്ടേ? ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ ഉണ്ണീശോയെ, ക്ഷമ എന്ന പുണ്യം പരിശീലിക്കുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ. ക്ഷമിക്കാന്ന് പറഞ്ഞ ഭയങ്കര പവറാണ് ഒരാൾക്ക്. ഒരു പുണ്യപ്രവൃത്തി ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ മനസ്സിന് വിരോധമായി എന്തെങ്കിലും സംഭവിച്ചാൽ, കർത്താവേ ഇതാ അങ്ങേ ദാസൻ, അങ്ങേ ദാസി എന്ന് പറയുന്ന മനോഭാവത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ, കർത്താവിത നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഗ്ലോറിയ പാട്ടുകൾ രാവിലേറ്റു പാടുവാൻ, ഗ്ലോറിയ പാട്ടുകൾ രാവിലേറ്റു പാടുവാൻ, മണ്ണിലെ മാനവ മോദമായി ചേർന്നിതാ, മതിവരാതെ പാടാം, സ്തുതി നിലാവിൽ തൂകാം, പാടാം ആഹാ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇത് കേൾക്കുന്നവർക്കും ഇത് ഷെയർ ചെയ്യുന്നവർക്കും എല്ലാ വ്യക്തികൾക്കും ദേശങ്ങളിലും എത്തിപ്പെടാൻ ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.